പിന്നെ കുറെ പേരുണ്ടല്ലോ വേറെ. ദേവഹൂതി കൂടാതെ ആകൂതിയും പ്രസൂതിയുമുണ്ട്. ആകൂതിയെ രുചി പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അതിൽ യജ്ഞമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു എന്ന് പറയുകയാണ്. പ്രസൂതിയുടെ ചരിത്രം പറയുമ്പോഴാണ് ദക്ഷ പ്രജാപതിയുടെ കഥ പറയേണ്ടതായിട്ട് വന്നത്. പ്രസൂതിക്ക് 16 പെൺകുട്ടികളാണ് ഉണ്ടായത്. ആ 16 പെൺകുട്ടികളിൽ 13 പേരെ ധർമ്മ പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. പിന്നെ 3 പേരാ ഉള്ളത്. ഒരാള് സ്വധ, പിതൃക്കൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. മറ്റൊരാള് സ്വാഹ എന്ന് പറഞ്ഞാൽ എന്താ, ആ അഗ്നിദേവന് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോ അഗ്നിദേവന്റെ പത്നി സ്ഥാനം ആണ് സ്വാഹയ്ക്കുള്ളത്. അഗ്നിദേവനുമായിട്ട് വല്ല ഇടപാടും ചെയ്യുന്നുണ്ടെങ്കിൽ ആരറിയണം? സ്വാഹ അറിയണം, അല്ലെങ്കിൽ നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്വാഹ എന്ന് പറയുന്നത്. ഇനി അഗ്നിമുഖാന്തിരം എന്ന് പറഞ്ഞാൽ അഗ്നി ഈ ഒരു ഏജന്റാണ് കേട്ടോ. ഇതിനു വേണ്ടിയിട്ട് ദേവന്മാർക്കൊക്കെയുള്ള ഹവിസ് ഇതൊക്കെ അഗ്നിമുഖാന്തിര കൊടുക്കുക. ഇന്ദ്രന് കൊടുക്കണമെങ്കിൽ ഇന്ദ്രായ എന്ന് പറയും. പക്ഷെ അവിടെ ഒന്നും അഗ്നിക്ക് പേരൊന്നുമില്ല, പ്രശസ്തിയില്ല. പിന്നെ സ്വാഹ എന്ന് പറയും. ആ ശരി, അപ്പോൾ പറയും ഇനി നിങ്ങൾ കൊണ്ടു കൊടുക്കുമെന്ന് പറയായിരിക്കും എന്ന് വിചാരിക്കാം. അങ്ങനെ ഇടപാട് ഇവിടെ. അപ്പൊ ഏതായാലും സ്വാഹ ഇല്ലെങ്കിലൊന്നുമില്ല. സ്വധ എന്ന് പറയുന്നത് പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പിതൃക്കളുടെ പത്നിയായിട്ടാണ്. പിന്നെ ഒരാളെ ഇനി ബാക്കിയുള്ളൂ, അത് സതീദേവിയാണ്. ആ സതീദേവിയെ വിവാഹം ചെയ്ത് കൊടുത്തത് ആർക്കാ? വലിയ കേമനാണ് അദ്ദേഹം. ശ്രീ പരമേശ്വരനാണ്, എല്ലാ യോഗ്യതകളുള്ള ആളാണ്. ദക്ഷന്റെ അപ്പോഴും യോഗ്യതയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ യോഗ്യതകളൊക്കെ പോയി എന്ന് തോന്നി ദക്ഷന്. അതാണ് പ്രശ്നം വന്നത്. ഏതായാലും ആ കഥയൊന്ന് എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴാണ് ദക്ഷയാഗം കഥ വിവരിക്കുന്നത്. നമുക്കത് അറിയുന്നതാണെങ്കിലും ഒന്ന് അറിയുന്നതായാലും എന്താ ഓർമ്മപ്പെടുത്തില്ലേ വേണ്ടുള്ളൂ. അതുകൊണ്ട് ചുരുക്കി പറയാമെന്ന് മാത്രം. അതിൽ വിശേഷമായിട്ട് പറയുന്നത് ബ്രഹ്മപുത്രനാണ് ദക്ഷൻ, പ്രജാപതിയാണ് ദക്ഷൻ. പ്രജാപതി ആയതാണ്, എങ്ങനെ ആക്കിയതാണ്. അപ്പൊ ബ്രഹ്മപുത്രനാവുമ്പോഴത്തന്നെ അഹങ്കാരം കൂടുതലായി. കാരണം സൃഷ്ടികർത്താവിന്റെ മകൻ എന്ന് പറയുമ്പോഴത്തന്നെ ഒരു അഹങ്കാരം വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് പ്രജാപതിയായി. അപ്പൊ കുറെ കൂടെ കേമനായി. അപ്പോഴ് തന്നെ തല നേരെയായിട്ടുണ്ട്, അങ്ങ് നിവർന്നിട്ട് കുറച്ച് പിറകോട്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു യോഗം ചേർന്നിട്ട് പ്രജാപതികളുടെ ഒരു അധ്യക്ഷൻ വേണമല്ലോ, അതാരെയാക്കുന്നത് അദ്ദേഹത്തിന് തന്നെ തീരുമാനിച്ചു. അതോടുകൂടിയിട്ട് ഇങ്ങനെയാണ്, ഒന്നും കാണാൻ പറ്റില്ല. ഈ തലയെടുപ്പില്ലേ, അത് അധികമായി കഴിഞ്ഞാല് ബാലൻസ് പോവും. അതാണ് ശരിക്കും പറ്റിയത്. അത് പറയാൻ വേണ്ടി. അപ്പോൾ ശരിക്കും ദക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹംഭാവത്തോടു കൂടിയിട്ടുള്ള മാനസിക അവസ്ഥയുള്ളവരൊക്കെ ദക്ഷന്മാരാണെന്ന് കഥയിലൂടെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് ദക്ഷൻ നമ്മുടെ ഇതിലൊക്കെ പറയുന്നത്. മഹത് ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ ദക്ഷന്റെ കഥ വേറെ നമുക്ക് കേൾക്കാം. ഇവിടെയൊക്കെ പറയുന്നത് ദക്ഷന് എന്താണ് പറയേണ്ടത്, ഈ രജോ ഗുണം അങ്ങ് വർദ്ധിച്ചു വന്നു. കുറെ അധികം ഇങ്ങനെ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ടുണ്ടാവും. അതാണ് കുറെ വലുതായി വരുമ്പോഴും കൂടിക്കൂടി വരുന്നത്. പണ്ടൊക്കെ പറയുന്നത് ഇപ്പോഴും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ പോയി പൂർണ്ണമായിട്ടും വിട്ടു. കുറെ വർഷം പറയുന്നത് പോലെ മുമ്പ് പറയുന്ന കഥകൾ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇത് പറയണ്ടേ? പറയുകയും വേണം. പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമുണ്ടെങ്കിൽ എങ്ങനെ പറയണമെന്നറിയോ? ചെറിയ കുട്ടികളെ അധികം ലാളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധാന്നാണ്. അധികം ലാളിച്ചത് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ പ്രമാണം എന്താണെന്നറിയോ? ലാളനാൽ ബഹവോ ദോഷ, താടനാൽ ബഹവോ ഗുണ എന്നാണ്. ഇന്ന്
വടിയെടുത്തിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ കുറ്റാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? പോലീസുകാർ പോലും വടിയെടുക്കാനൊന്നും പാടില്ല. അതൊക്കെ അറിയില്ലേ? അതൊക്കെ മൈത്രിയിൽ എങ്ങനെ പോയിക്കൊള്ളണമെന്നാണ്. അതുകൊണ്ട് തന്നെ പഴയ പ്രമാണമൊക്കെ മാറി. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ ലാളിച്ച് ചുമലിൽ കയറ്റിയത് കൊണ്ടാണ് ഇവിടെ കയറി കഴിഞ്ഞാൽ എന്താ ചെവി കടിക്കാൻ എളുപ്പമായി എന്ന് മാത്രം. ഇതാണ് ദക്ഷന് അഹംഭാവം വർദ്ധിപ്പിച്ചത്. അങ്ങനെ ഇരിക്കെ ഈ പ്രജകൾക്ക് നന്മയുണ്ടാക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് നന്മയുണ്ടാക്കാൻ വേണ്ടി, കുറെ പ്രജകളായിട്ടുണ്ടാവുമല്ലോ ഇപ്പോഴും, അവർക്കൊക്കെ നന്മയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. ഗ്രാമത്തിലുള്ള ജനങ്ങൾക്കൊക്കെ നന്മയുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാമസഭയൊക്കെ കൂടാറുണ്ട്. എന്നിട്ട് തമ്മിലടിച്ചിട്ട് പിരിയും ഇല്ലേ? ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, സംസ്ഥാനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെ ചെയ്യും. മൊത്തത്തിലുള്ളവർക്ക് വേണ്ടി അവിടുന്ന് എല്ലാം തമ്മിലടിയാണ് അവിടെ ഉണ്ടാവുന്നത്. ഈ നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെയാണ് വേണ്ടതെന്ന് ആദ്യം കാണിച്ചു കൊടുത്ത ആളുടെ തകരാറാണ്. അതിവിടെ ദക്ഷനാണ് ചെയ്തത്. കാരണം ഇവിടെ ഒരു യോഗം ചേർന്നു, കാര്യങ്ങളൊക്കെ അങ്ങനെയായി. ഇവരൊക്കെ വിളിച്ചു ചേർത്തിട്ടാണ് യോഗം ചേർന്നത്. ത്രിമൂർത്തികള് വരണം. ത്രിമൂർത്തികള് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരനാണ്. ഇവരൊക്കെ വരണ്ടേ? ബ്രഹ്മാവ് വന്നു. പിന്നെ ആര് വന്നു? വിഷ്ണു വന്നോ? അറിയില്ല. മഹാദേവൻ വന്നു. എല്ലാവരും തയ്യാറായിട്ടുണ്ട്. വിഷ്ണു എത്തി. അപ്പോഴേക്കെത്തി. സമാധാനമായി. ആർക്കാ സമാധാനമായത്? മറ്റുള്ളവർക്കൊക്കെ സമാധാനമായി. പക്ഷെ ദക്ഷനാണ് വരാത്തത്. ഈ യോഗം വിളിച്ചു ചേർത്ത ആൾ വന്നിട്ടില്ല. നേരത്തെ വന്നു കഴിഞ്ഞാല് അത് മോശമല്ലേ? കുറെ വൈകിട്ട് വരാന്ന് വിചാരിക്കും. ചില ആൾക്കാർക്കൊക്കെ അങ്ങനെയുണ്ട്. തീരുമാനിച്ചതൊന്നും സമയം കുറെ വൈകിട്ട് വന്നാല് ഒരു വെയിറ്റ് ഉള്ളൂ എന്ന് പറയാറില്ലേ? അങ്ങനെ ചില ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ദക്ഷൻ അവസാനാണ് വരുന്നത്. തലയെടുപ്പുള്ളതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് അകലത്തുനിന്ന്. വിഷ്ണു ഭഗവാൻ തന്ത്രപൂർവ്വം എഴുന്നേറ്റു. എന്നിട്ട് മെല്ലെ ഒന്ന് നടന്നു. കുറെ സമയം ഇരുന്ന് മടുത്ത നടക്കുമല്ലോ. അങ്ങനെ നടക്കുന്നത് കൊണ്ട് അതിനു വേണ്ടിയിട്ട് മെല്ലെ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ തീരുമാനിച്ചു. വിഷ്ണു ഭഗവാൻ എഴുന്നേറ്റത് എപ്പോഴാണെന്നറിയോ? ഇദ്ദേഹത്തിന്റെ തല കണ്ടപ്പോഴാണ് എഴുന്നേറ്റത്. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. കാരണം എന്റെ തല കണ്ടപ്പോഴും തന്നെ വിഷ്ണു എഴുന്നേറ്റുമല്ലോ, ആ ബഹുമാനം കണ്ടില്ലേ എന്നാ തോന്നിയത്. പക്ഷെ മുന്നിലെത്തിയിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ദോഷം വരും. വിഷ്ണു പോലും എഴുന്നേറ്റാല് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഭഗവാൻ കരുതലോടുകൂടി ചെയ്തതാണ്. എന്നാൽ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ടുമില്ല. ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ മറ്റേ അദ്ദേഹത്തിനൊന്നും അതൊന്നും നിശ്ചയമില്ല. ഒന്നാമത്തത് കാര്യം, നമ്മൾ ഉദ്ദേശിച്ച ആളല്ല മഹാദേവൻ. ശാന്തം പത്മാസനസ്ഥം ശശിധരമകുടം പഞ്ചവക്ത്രം തൃണേത്രം. നമ്മൾ പറയും പെട്ടെന്ന് ഗോപിക്കും, എടുത്ത് ചാടും, അടിയാക്കും, ബഹളാക്കും എന്നൊക്കെ പറയും. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് വിപരീതമാവുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം, എവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്താ ചെയ്യാം? ശാന്തനായിട്ടിരുന്നു. ആ ഇരുത്തം ഇനി ആര് വന്നാൽ ഒരുപോലെ ഇരുന്നു എന്ന് മാത്രം. ദക്ഷൻ വന്നപ്പോഴും ഇരുന്നു, ബ്രഹ്മാവും ഇരുന്നു. വിഷ്ണു പോലും എന്നെ കണ്ടിട്ട് എഴുന്നേറ്റു. ഇയാളെ മകളെ ഭർത്താവിന് ഇങ്ങനെ ഒരു അഹങ്കാരായോ എന്ന് തോന്നല് തോന്നി. ബ്രഹ്മാവിന് ഇളവ് കൊടുത്തു. പിതാവായതുകൊണ്ട് ഇദ്ദേഹത്തിന് മകളെ ഭർത്താവിന് ഇളവ് കൊടുക്കണോ? സ്വന്തം ശരീരത്തെ ഞാനെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവിടെ വെച്ചിട്ട് പലതരത്തിലും അപമാനിച്ചു. അപമാനിച്ച ശ്ലോകങ്ങളൊക്കെ നമ്മൾക്കതുപോലെ പറയാൻ പറ്റില്ല. കാരണം ഇവർ രണ്ടുപേരും കേമന്മാരാണ്. ദക്ഷൻ അതിലധികം കേമനാണ് അല്ലേ? നമുക്കൊന്നും മണ്ടിക്കൂടാം ഇതിനിടയിൽ. പറഞ്ഞതങ്ങനെ, ചിതാഭസ്മകൃതസ്നാന പ്രേതസ്രങ്നസ്തിഭൂഷണ ശിവാപദേശോ ഹ്യശിവോ മത്തോ മത്തജനപ്രിയ പതിപ്രമദഭൂതാനന്ദമോ മാത്ര ആത്മകാത്മനം. ഒന്നും മിണ്ടിയില്ല. ഇതൊക്കെ കേട്ടിട്ട് അർത്ഥമൊക്കെ അറിയുന്നവരാണ് എല്ലാവരും. ഒന്നും മിണ്ടിയില്ല. ഇവിടെയുള്ളവരല്ല പറഞ്ഞത്, അവിടെയുള്ളവർ. അന്നുള്ളവർക്ക് സംസ്കൃതം തന്നെയാണ് ഭാഷ. അറിയില്ല, ഇതൊക്കെ ദേവഭാഷ സംസ്കൃതമാണ്. അതുകൊണ്ട് അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ എല്ലാവരും ഒരുപോലെയല്ല എന്ന് കണക്കാക്കണം. കാരണം മറ്റേ അദ്ദേഹം ഉണ്ടല്ലോ, ആ കൃഷ്ണനൊക്കെ സ്യമന്തകമണി കട്ടപന നമസ്കാരം എന്ന് പറഞ്ഞ വലിയ അപരാധം പറഞ്ഞിട്ടും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുപോലെ നടക്കുമോ ഇവിടെ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ? ഇല്ല. അതന്നെയാണ് പറ്റിയത്. അദ്ദേഹത്തെ തന്നെ പക്ഷെ അദ്ദേഹം ക്ഷമിച്ചു കിട്ടും. ഇതൊക്കെ പറഞ്ഞിട്ടും
ചിതാഭസ്മകൃതസ്നാന, ശ്മശാനത്തില് ഭസ്മവും തൊട്ടിട്ട് അതിൽ കുളിച്ചിട്ട് എന്ന് തുടങ്ങിയിട്ട് അങ്ങോട്ട് പറഞ്ഞു. പ്രേതങ്ങളുടെ അസ്ഥിയും തലയോടും മാലയായിട്ട് ധരിച്ചവൻ ശിവാപദേശോ ഹ്യശിവോ, ശിവനെന്ന് പറയല്ല വേണ്ടത്, അശിവനാണിവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാ പറഞ്ഞത്. മത്തോ മത്തജനപ്രിയ, തലക്ക് വെളിവില്ലാത്തവൻ, അങ്ങനെ കുറെ വെളിവില്ലാത്തവരുടെ ഇഷ്ടക്കാരൻ. പതിപ്രമഥഭൂതാനാം, എന്താണ്, മാനസിക രോഗം പിടിച്ച കുറെ ഭൂതങ്ങളുണ്ട്, അവരുടെയൊക്കെ നേതാവത്രേ ഇയാൾ. കഷ്ടം എന്നുള്ള അർത്ഥം തോന്നുന്നേ ഉള്ളൂ കേട്ടോ, അങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഈ അർത്ഥം സംസ്കൃതത്തിന് വലിയ ശക്തിയുള്ളതാണ്, അതൊന്നും നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിടികിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു ലോകത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ടും മഹാദേവൻ കുലുങ്ങിയില്ല. പക്ഷെ എല്ലാവരും ഒരുപോലെയല്ലല്ലോ. ഈ ഭൂതഗണങ്ങളും കേമന്മാർ, അവർക്കൊക്കെ ഒരു പരിധിയുണ്ട്. നന്ദികേശ്വരന് രസിച്ചില്ല. നന്ദികേശ്വരൻ തിരിച്ചങ്ങോട്ടും ശക്തമായിട്ട് അങ്ങ് പറയാൻ തുടങ്ങി. വാക് വജ്രം വിസസർജഹ എന്ന് പറഞ്ഞില്ലേ, തമ്മിൽ വാക്കേറ്റം നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഒടുവില് അങ്ങ് മൂർധന്യ വാക്ക് കൊണ്ട് നമ്മൾ കാണാറില്ലേ സാധാരണ സമ്മേളനങ്ങളിലൊക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ബഹളം വെക്കുന്നില്ലേ. അങ്ങനെ ഭാഗം ലഭതാം ദേവൈഹി ദേവഗണാഥമ, യാഗത്തിൽ ഭാഗം കിട്ടാതെ പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ആരെയാണ് ശപിച്ചത്? മഹാദേവനെ. മഹാദേവന് യാഗത്തിൽ ഭാഗമുണ്ട്, രുദ്രഭാഗം. അതാണ് അത് നിർത്തി ഇവിടെ വെച്ചിട്ട്. അത് നിർത്താൻ വേണ്ടിയിട്ട് ഇത് കാരണമായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശാപങ്ങൾ കുറെ ഉണ്ടായി. ഇങ്ങനെയൊക്കെ മഹാദേവനൊക്കെ നിന്ദിച്ചു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള തലയല്ല ഇവർക്കൊന്നും വേണ്ടത്, ആടിന്റെ തലയാണ് ഇവർക്കൊക്കെ വേണ്ടതും. അങ്ങനെ ആയിപ്പോട്ടെ എന്നൊക്കെ ശപിച്ചു അന്യോന്യം വാക്കുകൾ കൊണ്ട്. ഒരു കാര്യം, ഒരു പക്ഷേ കത്തികൊണ്ട് മുറിവേറ്റതാണെങ്കിൽ തുന്നിയിട്ടൊക്കെ ശരിയാക്കി എടുക്കായിരുന്നു. വാക്കുകൾ കൊണ്ട് ഹൃദയത്തിന് മുറിവേറ്റ് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനൊന്നും പറ്റില്ല. അവനാഴി എന്നല്ല, നമ്മുടെ തൊടുത്തുവിട്ട ശരവും ഇതും തിരിച്ചെടുക്കാൻ പ്രയാസമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ശാപമൊക്കെ കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു. ഈ പിരിഞ്ഞ സമയത്ത് ഞാനിവിടെ ഇരുന്നിട്ട് എന്നാ വേണ്ടതെന്നല്ല ചിന്തിക്കുക. ഒടുവിൽ മഹാദേവനും പിരിഞ്ഞു. ഇങ്ങനെ അവിടെ വെച്ച് ജനങ്ങളുടെ നന്മതിന് വേണ്ടിയിട്ട് ചേർന്ന ആദ്യത്തെ യോഗം അലങ്കോലപ്പെട്ടു പോയി. ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്, ഇനി ഇയാളെ എങ്ങനെ അപമാനിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. അപ്പോഴാണ് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ നടത്തുന്നത് അപമാനിക്കാനും കേമത്വം കാണിക്കാനാണോ? അല്ല, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് യാഗങ്ങളും യജ്ഞങ്ങളും. പക്ഷെ ഇവിടെ ചെയ്തത് അതാണ്, ഈ സങ്കല്പം മാറിപ്പോയി. പിന്നെ അത് നേരെയാവോ? നമുക്കൊക്കെ പഠിപ്പിച്ചു തരുന്ന ഇതാണ്, ഈ യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ സങ്കല്പം മാറരുത്, ലക്ഷ്യം മാറരുത്. അത് മാറിക്കഴിഞ്ഞാല് കാര്യങ്ങൾ നടക്കുകയായിരിക്കും, പക്ഷെ അത് എങ്ങനെയൊക്കെ നടക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇവിടെയും പ്രശ്നങ്ങളുണ്ടായി. അദ്ദേഹം തീരുമാനിച്ചു, ഒരു യാഗം നടത്തണം, എല്ലാ പ്രജാപതികളെയും വിളിക്കണം, ബ്രഹ്മാദി ദേവന്മാരെ വിളിക്കണം, ഗംഭീരായിട്ട് നടത്തണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഇഷ്ട്വാസ വാജപേയേന ബൃഹസ്പതി സവം നാമസമാരേഭേ കൃതോത്തമം. ബൃഹസ്പതി സവം എന്നു പേരായിട്ടുള്ള ഒരു യാഗമാണ് നടത്താൻ തീരുമാനിച്ചത്. ഗംഭീരമായിട്ടുള്ള യാഗമാണ്. അതിന്റെ ചടങ്ങുകളൊക്കെ അറിയാം. വലിയ വലിയ കെട്ടിടങ്ങളൊന്നും അല്ലെങ്കിൽ കൂടിയിട്ട് യാഗശാലകളാണ് ഉണ്ടാവുക. അതിൽ ഏറ്റവും വലിയ കെട്ടിടം ഏതായിരിക്കും എന്നറിയോ? യാഗശാലയിൽ അറിയില്ലേ? അന്നശാല. അതില്ലെങ്കിൽ പിന്നെ എന്ത് യാഗല്ലേ? ഇവിടെയൊക്കെ ധാരാളം ഇത് കൊടുക്കണം. ഏത് സമയത്തും അവിടെ അന്നം കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള യാഗശാലകള് യജമാനനായിട്ടൊരാൾ വേണം, ഒരു യജമാന സ്ത്രീ വേണം, പത്തനാടിയായിട്ട്. ഇങ്ങനെയുള്ളവരൊക്കെ കൂടിയിട്ട് അങ്ങനെ യാഗം. അത് ഇവര് തന്നെയാണ് കേട്ടോ, ദക്ഷനൊക്കെ തന്നെയാണ് അതിന്റെ ആള്. കാരണം അദ്ദേഹമാണ് സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ഏർപ്പാടുകളൊക്കെ ചെയ്തു. അതിഗംഭീരമായിട്ടുള്ള ഏർപ്പാടാണ്. യാഗശാലകളൊക്കെ പണിത് ഉയർത്തി എല്ലായിടത്തും ക്ഷണം ചൊല്ലി അയച്ചു. ആളുകളെ വിട്ടിട്ട് ക്ഷണിക്കേണ്ടടുത്ത് അങ്ങനെ ചെയ്തു. കൈലാസത്തിന്റെ ആ ഭാഗങ്ങളിലുള്ള ഋഷീശ്വരന്മാരെയൊക്കെ കാണാനായിട്ട് നേരിട്ട് തന്നെ ദക്ഷൻ പോയി. ഒരാളെ ഒഴിച്ച് എന്ന് പറയാം, മഹാദേവനെ, മകളെ, അല്ലേ?
അവിടെ മാത്രം പോയില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം തന്നെ പോയത്. കാരണം അവിടെ ഇവിടെയൊക്കെ ഇദ്ദേഹം പോയിട്ടും ഇവിടെ പറയാതെ പോകുമ്പോഴേ അതിന്റെ ഗൗരവം കിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ മഹാദേവൻ ഒഴിച്ച്, സതീദേവി ഒഴിച്ച് സകലരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഗംഭീരമായിട്ടുള്ള യാഗം. എന്തിനാണ് ഒഴിവാക്കിയത്? ഇവരെ വരെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്, മറ്റൊന്നുമല്ല. പക്ഷേ സതീദേവിയുടെ മനസ്സുകൊണ്ട് മഹാദേവന്റെ സമീപത്ത് ചെന്ന് പറഞ്ഞു, സഹോദരിമാരും സഹോദരിമാരുടെ മക്കളും അമ്മയുടെ സഹോദരിമാരും ഇളയ മക്കള് ഇവരൊക്കെ കൂടി വിമാനത്തില് വർത്തമാനം പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ വേഷങ്ങളോടും വസ്ത്രധാരണകളോടൊക്കെ കൂടിയിട്ട് ഈ യാഗത്തിന് പോകുന്നത് കാണുന്ന സമയത്ത് പോകണമെന്ന് തോന്നില്ലേ? ഒരുമാതിരിയുള്ളവർക്ക് തോന്നില്ലേ? ഇല്ലേ? തോന്നും. ഇനി എത്ര വയ്യാന്ന് തോന്നിക്കഴിഞ്ഞാലും നമ്മളും എന്നാലും ഒരു ദിവസമെങ്കിലും പോകണമായിരുന്നു തോന്നാത്തവരുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഒരു യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു ദിവസമെങ്കിലും പോകണം തോന്നണ്ടേ? അങ്ങനെ തോന്നും. ഇവർക്ക് പോണം തോന്നി, സതീദേവിക്കും പോണം തോന്നി. പറഞ്ഞു, എന്താ പിതാവ് പ്രജാപതികളുടെ വലിയ സത്രവും യാഗമൊക്കെ നടത്തുകയല്ലേ, നമുക്കും പോണമെന്നില്ലേ, പോകേണ്ടതല്ലേ? അപ്പൊ നീ അറിയില്ലേ സംഭവങ്ങളൊന്നും നമ്മൾ ക്ഷണിച്ചിട്ടില്ലല്ലോ എന്നാണ്. അല്ല, അച്ഛന്റെ യാഗത്തിന് പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, അപ്പൊ അങ്ങയുടെ അഭിപ്രായത്തിനനുസരിച്ച് ചെയ്യാമെന്ന് പലതവണ ആലോചിച്ചിട്ട് പറഞ്ഞതാണ്. പറയുമ്പോൾ പലതവണ ആലോചിപ്പിച്ചതാണ്. പക്ഷെ മഹാദേവനൊന്നും മറുപടി പറഞ്ഞില്ല. അപ്പോൾ വീണ്ടും ചോദിച്ചു. അപ്പോഴേക്ക് ആളുകൾ പോവാൻ തുടങ്ങി. ഇനി എനിക്കെന്തായാലും പോകണം തോന്നി. അപ്പോൾ മഹാദേവൻ മറുപടിയും പറഞ്ഞു, ക്ഷണിക്കാത്തിടത്തും ഞാൻ പോകാറുണ്ട്, പക്ഷെ ഈ യാഗത്തിന് ക്ഷണിച്ചില്ലെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് യാഗങ്ങളെങ്കിൽ ഞാൻ ക്ഷണിക്കാതെയും പോകും. പക്ഷെ അപമാനിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന യാഗത്തിന് ഞാൻ പോകണോ? ചിന്തിച്ചു നോക്കൂ. നമ്മളവിടെ പോകരുത് എന്ന് വിചാരിച്ചിട്ടല്ലേ ക്ഷണിക്കാതിരുന്നത്. അവരിവിടെ വരരുത്, ഈ ഭാഗത്തേക്ക് അവര് വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ക്ഷണിക്കാതിരുന്നതെങ്കിൽ പിന്നെ ഞങ്ങളും അങ്ങോട്ട് കയറി ചെന്നിട്ട് അവിടെ ഒരു അസ്വാരസ്യം ഉണ്ടാക്കണമെന്നാ ചോദിച്ചതിന്റെ അർത്ഥം. അപ്പോൾ പറഞ്ഞു, എന്തായാലും അച്ഛന്റെ യാഗമല്ലേ, പോകണം. അങ്ങനെ അച്ഛന്റെ യാഗമായ പോകണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് പ്രമാണം ചൊല്ലി പറഞ്ഞു എന്നാണ്. ഭർത്തുർഗുരോഹ ദേഹകൃതശ്ചേതനം അനാഹുത അപ്യഭിയന്തി സൗഹൃദം. ഈ ഭർത്താവിന്റെ വീട്ടിലും ഗുരുനാഥന്റെ വീട്ടിലും പിതാവിന്റെ വീട്ടിലും, അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, മനസ്സിലാവുമല്ലോ. ഈ 3 പേരുടെ സ്ഥലത്തും എന്ത് വിശേഷമുണ്ടെങ്കിലും ക്ഷണിച്ചിട്ടില്ലെങ്കിലും പോകാട്ടോ. ഇനി ആലോചിച്ചോളൂ. പിന്നെന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊന്നും നമ്മൾ ഉത്തരവാദിയല്ല. പക്ഷെ ഈ പ്രമാണമൊന്നും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ പൊതുവെ അങ്ങനെയാണ്, എന്ത് വിശേഷം ഉണ്ടെങ്കിലും നമുക്ക് ക്ഷണിച്ചിട്ടില്ലെങ്കിലും മക്കൾക്ക് പോകാം എന്നുള്ള പ്രമാണം വെച്ചാണ് പറഞ്ഞത്. ഇത് അങ്ങ് തന്നെ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ മഹാദേവൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. അത് തിരിച്ചിങ്ങോട്ട് കിട്ടിയപ്പോ മഹാദേവനൊന്നും പറയാനില്ല. എന്നാൽ ഞാൻ കുറച്ചു കാര്യങ്ങൾ പറയാം. ഈ വിദ്യയും തപസ്സും കേമത്വവും ഉള്ള സജ്ജനങ്ങള് അതിനനുസരിച്ച് പെരുമാറുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ അടുത്ത് പോകുന്നത് പലപ്പോഴും അപകടമാവും. പിന്നെ എപ്പോഴും മാനിച്ചിട്ടുള്ളവർ, എപ്പോഴും നമ്മളോട് സ്നേഹത്തോടുകൂടി പെരുമാറും, നല്ലത് മാത്രം പറയും, എപ്പോഴും മാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളിൽ നിന്ന് ഒരു തവണ തിരിച്ചാണ് വന്നതെങ്കിൽ നമുക്കത് വല്ലാത്ത വേദന ഉണ്ടാക്കും, സഹിക്കാൻ പറ്റില്ല. നമ്മൾ കഥയുടെ കാര്യങ്ങളിലേക്ക് കടക്കുക, അത്രേ പറയാനുള്ളൂ. എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ, എപ്പോഴും നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, എപ്പോഴും ബഹുമാനിച്ചിട്ടേ പറയുള്ളൂ. അങ്ങനെയുള്ള ഒരാൾ ജീവിതത്തിൽ തിരസ്കാരം ചെയ്യുക ഒരിക്കലും ഇല്ല. ഇതുവരെ അടിച്ചിട്ടില്ലാത്ത അവരൊന്ന് അടിച്ചു എന്ന് പറയുമ്പോൾ ജീവൻ ഉപേക്ഷിക്കണമെന്ന് വരെ തോന്നില്ലേ? അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. ഇത് ഉണ്ടാവാൻ പോകുന്നതാണ് പറഞ്ഞത്. മഹാദേവൻ പറയുന്നു, അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? സംഭാവിതസ്യ സ്വജനാൽപരാഭവോ യഥാസ സദ്യോ മരണായ കൽപ്പതേ. അത് മരണത്തിന് പോലും കാരണമാകുന്നു, മുൻകൂട്ടി പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താ സംഭവിക്കുക? സൂചന കൊടുത്തു അല്ലേ? പക്ഷെ സ്വന്തം സ്വാതന്ത്ര്യം അവലംബിച്ചുകൊണ്ട് സതീദേവി പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. ഏതായാലും എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ, അങ്ങ് ഇത് കാരണം അങ്ങയെ ക്ഷണിച്ചിട്ടില്ല,
അതൊക്കെ കാര്യം ശരിയാണ്. അതുകൊണ്ട് ഞാൻ ഏതായാലും പുറപ്പെടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴ് കുറച്ച് ഭൂതഗണങ്ങളുണ്ടല്ലോ, അവര് കൂടി പുറപ്പെട്ടു. കുറച്ചുപേരേ ഉള്ളൂ, ഒരു സഹായം, ഒരു ഒപ്പം പോകുന്നു ദേവിയോടൊപ്പം. അപ്പോഴാണ് യാഗശാലയിലേക്ക് എത്തുന്നു. വലിയ യാഗശാലയാണ്. ഇവിടെ വിശേഷങ്ങളൊക്കെയാണ് പിന്നീട് വിവരിച്ചത്. യാഗശാലയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ മന്ത്രങ്ങള് മുഴങ്ങുന്നു, അല്ലെ? സ്വാഹ എന്നുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ടാവും. വിഷ്ണവേ ഇങ്ങനെയൊക്കെ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട്, സ്വാഹാ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് നറുനെയ്യില് കുതിർന്നിട്ടുള്ള ഹവിസ് അങ്ങനെ കത്തി എരിയുന്ന സമയത്തുണ്ടാകുന്ന സുഗന്ധം എത്രയോ അകലെ അകലെ എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നു. മന്ത്രപുഷ്പാഞ്ജലികൾ ഒരു ഭാഗത്ത് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഭൃഗുവിന്റെ നേതൃത്വത്തിലൊക്കെ വലിയൊരു മഹായാഗമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു ശക്തി ഉണ്ടാകും, സംശയമില്ല. അവിടത്തേക്കാണ് സതീദേവി കയറി വന്നത്. യാഗശാലയിലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന എന്താണ് ആദ്യം വേണ്ടത്? അവിടെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനത്ത് വന്ന് ബന്ധിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. നമുക്ക് പഠിപ്പിച്ചു തരിക. ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ, അമ്പലത്തിൽ കയറി വന്നാൽ എന്താ വേണ്ടത്? ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. വഴിപാട് കഴിക്കണം, അല്ലെ നമ്മുടെ കെട്ടഴിക്കണം, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വന്ദിക്കണം. വേണോ വേണ്ടയോ ചിന്തിക്കുക. ആദ്യം ഒന്ന് വന്ദിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ തിരക്കൊക്കെ കഴിഞ്ഞത് വന്നു കഴിഞ്ഞ് ആദ്യം നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ വന്ദിക്കണ്ടേ? ആദ്യം വന്ദിക്കുക. അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇവിടെ ബന്ധുക്കളും ആൾക്കാരും അമ്മയുടെ സഹോദരിമാരും അവരുടെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ടേ. വർത്തമാനമൊക്കെ പറയാം പിന്നീട്. ആദ്യം ഒന്ന് നമസ്കരിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് ആ അഗ്നിയിൽ ഇങ്ങനെ ജ്വലിപ്പിച്ചുകൊണ്ട് അവിടെ ഇവർ രണ്ടുപേരുണ്ട്, ദക്ഷനും അതായത് അമ്മയൊക്കെ എവിടെ ഉണ്ടല്ലോ. അവിടുന്ന് അങ്ങനെ നമസ്കരിച്ചപ്പോഴും തന്നെ ദക്ഷൻ ഇങ്ങനെ തല ചിരിച്ചു പിടിച്ചു. എനിക്ക് കാണണ്ട നിന്നെ എന്നുള്ള അർത്ഥത്തിലാട്ടോ. കാരണം ഈ സമയത്ത് വന്നിട്ടും ഇദ്ദേഹം ഇരിക്കുന്നത് വലിയൊരു സ്ഥാനത്താണ്. കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയിട്ടുള്ള ഷഡ്വൈരികളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഒരുപാട് ത്യാഗം ചെയ്തിട്ട് വേണം ഈ ഒരു സ്ഥാനത്തിരിക്കാൻ വേണ്ടി, ഈ ചെയ്യിക്കുന്ന സ്ഥാനത്തിരിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ആളാണ് തല തിരിച്ചു പിടിച്ചത്. പിന്നെ അപകടത്തിന് എന്തെങ്കിലും വേണോ? വലിയ വിഷമുണ്ടായി കേട്ടോ. കാരണം ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ക്ഷണിക്കാതെ വന്ന് നിന്നെ കാണണ്ട എന്നുള്ള ഭാവം എന്തോ ഉണ്ടായി. പിന്നെ സഹോദരിമാര്, അമ്മയുടെ സഹോദരിമാര് ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഒരു ഭാഗത്തുണ്ട്. അവരുടെ സമീപത്തേക്ക് ചെന്നപ്പോഴ് മുഖം അങ്ങനെ ദുഃഖത്തിൽ തളം കെട്ടി നിൽക്കുകയാണ് സതീദേവിയുടെ. അവരൊക്കെ ചോദിച്ചു, നീ ഒറ്റയ്ക്കേ വന്നിട്ടുള്ളൂ? നമ്മൾ സൗഹൃദം ഉണ്ടല്ലോ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൗഹൃദം എന്താണെന്ന് പറയാന്നുള്ളത് നമുക്കറിയാലോ. നീ ഒറ്റയ്ക്കേ വന്നിട്ടുള്ളൂ? ഇപ്പോഴാണോ വരുന്നത്? ഇന്നലെ വരേണ്ടതല്ലേ? ശങ്കരേട്ടൻ വന്നിട്ടില്ലേ? എനിക്കല്ലേ ചോദിക്കുക. അതെന്നെ ചോദിച്ചത്. ബന്ധുക്കൾ വന്നിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെയാണോ? കഷ്ടം, നീ ഒറ്റയ്ക്കേ ഉള്ളൂ? ഇങ്ങനെയൊക്കെ പലതും ചോദിച്ചു. സൗഹൃദമൊക്കെ ഉണ്ടായി. പക്ഷെ എങ്ങനെയാണ് ചോദിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്ങനെ ചോദിച്ചാലും ആ പേര് കേൾക്കുമ്പോൾ ഇവിടെ ദുഃഖം ഉണ്ടാവുമല്ലേ ചെയ്യാം. സഹിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയൊക്കെ ഒന്ന് മനസ്സിനെ അടക്കിക്കൊണ്ട് അവിടെ മിണ്ടാതെന്നോ അതൊന്നും പറയാൻ തോന്നിയില്ല. എല്ലാവരും വാക്കുകൾ കേട്ടപ്പോഴും ആ സൗഹൃദത്തിലൊന്നും കൂടാൻ സാധിച്ചില്ല മാനസികമായിട്ട്. അങ്ങനെയുണ്ടല്ലോ ചില അവസ്ഥ. അപ്പോഴാണ് അവിടെ പൂർണ്ണാഹുതി ഉണ്ടാവും. ഓരോ മന്ത്രങ്ങളും ജപിച്ച് വിഷ്ണുവിന് പൂർണ്ണാഹുതി സമർപ്പിച്ചു. വിഷ്ണവേ സ്വാഹ. ഇനിയെടുത്തത് രുദ്രമന്ത്രങ്ങളാണ്. അതാണ് രുദ്രഭാഗം. ജപിക്കാല്ലേ, രുദ്രമന്ത്രം ജപിക്കാൻ തുടങ്ങാന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് വേണ്ട. അതെന്താ വേണ്ടെന്ന്? അങ്ങനെ ഒരു യാഗത്തിന് ചില പ്രമാണങ്ങളൊക്കെ ഇല്ലേ? ശ്രീരുദ്രന്റെ മന്ത്രം ജപിക്കണ്ടേ? കേട്ടിട്ടില്ലേ? ശ്രീരുദ്രൻ എന്ന് കേട്ടിട്ടില്ലേ? വളരെ വിശേഷപ്പെട്ടതാണ്. നമസ്തേ രുദ്രമന്യവ ഉദോദ ഇഷവേ നമ. അതൊക്കെ വേണ്ടേ? വിശേഷപ്പെട്ട രുദ്രൊക്കെ ജപിച്ചിട്ടാ വേണ്ടതേ. അത് ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ എന്റെ യാഗത്തില് ഈ രുദ്രന് ഭാഗം കൊടുക്കുന്നില്ല. രുദ്രന് ഭാഗം കൊടുക്കാതെ യാഗം നടത്തി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാഗം ഏർപ്പാടാക്കിയത് എന്ന് പറഞ്ഞു. എന്നാൽ ഇദ്ദേഹം ഉണ്ടല്ലോ, ഈ നടത്തിക്കുന്ന ആള് വലിയ യോഗ്യനാണ്. അദ്ദേഹം പറയണ്ടേ, ഒരു യാഗത്തിന് ചില പ്രമാണങ്ങളൊക്കെ ഉണ്ട്, അത് പ്രകാരം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും എനിക്കും ദോഷം വരും, അതുകൊണ്ട് ഞാൻ ഇതിന് നിൽക്കില്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടതാണ്. അത് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. വേണ്ടേ? എന്നാൽ വേണ്ട, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മതി എന്നുള്ള ഭാവത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? രുദ്രന് ഭാഗം കൊടുക്കാതെ ആ ചടങ്ങ് മാറ്റിവെച്ചുകൊണ്ട് അടുത്തതിലേക്ക് കടക്കുന്ന രംഗത്ത് ഈ സതീദേവിക്ക് സഹിച്ചില്ല. ഇവിടെ കണ്ടത് അരുദ്രഭാഗം
അതാണ് ഇവിടെ അരുദ്രഭാഗം തമപേക്ഷ്യ ചാധ്വരം പിത്രാജ ദേവേ കൃതഹേളനം വിഭോ. ശ്രീ മഹാദേവന് ഉള്ള ഭാഗം എല്ലാ യാഗത്തിലും രുദ്രന് ഭാഗമുണ്ട് കേട്ടോ. സകലയിടത്തുണ്ട്. ഒരു ഭഗവതിയുടെ പൂജ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ഗുരു ഗണപതി എന്ന് പറയുന്നില്ലേ, ആ ഗുരു സാക്ഷാൽ ഈ പരമേശ്വരൻ തന്നെയാണ്. ആദ്യ ഗുരു ആരാണെന്നറിയില്ലേ? ദക്ഷിണാമൂർത്തി അല്ലേ? അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് അല്ലെ. പരമഗുരുവിൽ നിന്നാണ് സദാശിവനായിട്ടായാലും ഇതല്ലെങ്കിലും എല്ലാം മഹാദേവൻ തുടങ്ങുകയാണ്. ഇവിടെ രുദ്രന് ഭാഗമേ ഇല്ല. പിന്നെന്താ യാഗം? ഇത് കണ്ടതോടുകൂടി ദേവിയുടെ ഭാവം കണ്ട് മാറി. അനാദൃതായജ്ഞ സദസ്യതീശ്വരി ചുകോപലോകാനിവദക്ഷ്യതീരുഷ. ശിവനെ യാഗത്തിന് ക്ഷണിച്ചില്ല, പോട്ടെ. യാഗത്തിൽ രുദ്രഭാഗം സമർപ്പിച്ചില്ല, തന്നെ അപമാനിക്കുകയും ചെയ്തു. അപമാനിച്ചത് തന്നെയാണ്, പക്ഷെ തന്റെ ഭർത്താവിനെ അപമാനിച്ചതായിട്ടല്ല, ലോക ഗുരുവിനെയാണ് അപമാനിച്ചിരിക്കുന്നത്. ശരീരം ഞാനാണെന്നുള്ള ഭാവനയോട് കൂടിയിട്ട്, ഇതങ്ങനെ കണ്ടതോട് കൂടിയിട്ട് താ പറയുന്നു, ചുഗോപലോകാനിവ ധക്ഷ്യതീ രുഷാ. ഈ യാഗത്തിൽ ആ യാഗഭാഗം ഉണ്ടായില്ല. സതീദേവി കോപാകുലയായി. ചുണ്ടുകളൊക്കെ ഇങ്ങനെ ചുവന്ന് തുടുത്തു. മുഖം മുഴുവനായിട്ട് ചുണ്ടുകൾ വിറച്ചുകൊണ്ടാണ്. പിന്നെ സതീദേവിയുടെ ഭാവമൊക്കെ മാറി. ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് ഈ ഭാവം വേറൊരു തരത്തിലാണ്. എന്താണെന്നറിയോ? എന്താ പറയുന്നത്? ഇല്ലേ? വായിക്കാറുണ്ടോ? വായിക്കുന്നവർക്കറിയാം. എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. വായിക്കുന്നവർക്ക് ക്രോധാകാര അങ്കുശോജ്വലാമനോരൂപേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂര മജ്ജൽ ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പകാശോക ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ? അത് തന്നെ ആ ഭാവം അവിടെ വരുന്നു കൃത്യമായിട്ട്. അത് സാക്ഷാൽ ജഗദംബികയല്ലേ? ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി. ഇവിടെ അടുത്ത കാര്യം പറയുമ്പോഴും ശ്രീദേവ്യുവാച ശ്രീചക്രസ്ഥിത സുന്ദരീന്ദ്ര ജഗതാം ആധാരഭൂതാം സ്മരേൽ. ആ ദേവി തന്നെയാണ്. ആദിപരാശക്തിയാണെങ്കിൽ അങ്ങനെ അമ്മ, ശ്രീ മഹാരാജ്ഞി, ശ്രീമൽ സിംഹാസനേശ്വരി, ചിദഗ്നികുണ്ഡ സംഭൂത, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആ ദേവിയുടെ യഥാർത്ഥ ഭാവത്തോടു കൂടി തന്നെയാണ് സതീദേവി. അങ്ങനെ വിറയാർന്ന ഭാവത്തോടുകൂടി, ചുവന്നു തുടത്ത മുഖത്തോടു കൂടിയിട്ട് അങ്ങനെ ചുണ്ട് കടിച്ചുകൊണ്ട് ആ സദസ്സിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുന്നു. സകലരും കേൾക്കെ ശ്രീദേവി പറയുന്ന വാക്കുകളാണ് പിന്നീട് കുറെ ഇങ്ങോട്ട്. സർവാത്മഭൂതനും ശത്രുമിത്ര ഭേദരഹിതനും നിർവൈരനും ശാന്തനുമായ പരമേശ്വരനെ മലമൂത്രപൂർണമായി ശരീരത്തെ ഞാനെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇവിടെ വെച്ച് പരസ്യമായി നിന്ദിച്ചിരിക്കുന്നു. അത് എന്റെ പിതാവായാലും അയാൾ നിന്ദ്യനാണ് എന്നുള്ള ഭാവത്തോടുകൂടി പറയുന്നു. ഇനി കുറെ ശ്ലോകങ്ങളുണ്ട്. ഇതൊക്കെ എപ്പോഴെങ്കിലും വായിച്ചു നോക്കുക. അതിന്റെ മഹത്വം മനസ്സിലാവണമെങ്കിൽ. എൽ ദ്വക്ഷരം നാമഗിരേരിതം നൃണം സകൃത് പ്രസംഗാദഖമാസുഗന്ധിതൽ പവിത്ര കീർത്തിം ദമലംഘ്യ ശാസനം ഭവാനഹോദ്വേഷ്ടി ശിവം ശിവേതരാഹ. രണ്ടക്ഷരത്തിന്റെ മഹത്വം അറിയോ? ഏതാണ്? ശിവ എന്നുള്ള നാമം പറയാൻ പറ്റുമോ? ശിവ ശിവ ഒന്നും പറയാവതല്ല മഹാമായ തന്റെ. കേട്ടിട്ടുണ്ടോ? ആ ശിവശിവ എന്നുള്ള രണ്ടക്ഷരം. ഈ ശിവനാമത്തിന് ഇങ്ങനൊരു പ്രത്യേകതയുണ്ട്. അത് രണ്ടായിട്ട് ജപിക്കാറുള്ളൂ. ശിവശിവ, കാലും മുഖവും കഴുകിയിട്ട് ഭസ്മം ധരിച്ച് കുളിച്ച് ഭസ്മൊക്കെ ശിവശിവ 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 ഇങ്ങനെ ജപിക്കുക. അങ്ങനെ ജപിക്കാറുണ്ടോ ആരെങ്കിലും? ഇല്ല. അങ്ങനെയാണ് ജപിക്കേണ്ടത്. ശിവ 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 ശിവ, അങ്ങനെയല്ല. ശിവശിവ ശിവശിവ എന്ന് ജപിക്കണം. എന്ന് പറഞ്ഞാൽ ഒന്ന് ശിവനാണ്. ശിവ 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 എന്ന് പറഞ്ഞാൽ ആരാ? സർവമംഗളമംഗല്യേ ശിവേ എന്ന് പറയുന്നില്ലേ? ആ ജഗദംബിക. രണ്ടും ചേർത്തേ നിൽക്കുള്ളൂ. ശിവശിവ ശിവശിവ എന്ന് പറയുന്നത്. അങ്ങനെ കുറെ മന്ത്രങ്ങളുണ്ട്, നാമങ്ങളുണ്ട്. കൃഷ്ണ കൃഷ്ണ എന്നല്ല പറയേണ്ടത്. കൃഷ്ണ കൃഷ്ണ എന്ന് പുന്താനത്തിനൊക്കെ അല്ലേ? കൃഷ്ണ കൃഷ്ണ എന്നാ പറയാ. ആ മന്ത്രത്തിന് അങ്ങനെ. നാരായണ നാമത്തിൽ നാരായണ നാരായണ ഒറ്റക്കൊറ്റക്ക് നിൽക്കുള്ളൂ.
അതങ്ങനെ മതി, കുഴപ്പമില്ല. പക്ഷെ ചില മന്ത്രങ്ങൾക്ക് ഇങ്ങനൊരു ശക്തിയുണ്ട്. കൃഷ്ണ കൃഷ്ണ എന്നാ പറയുന്നത്, രാധയോടുകൂടി ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ എന്ന് പറയണ്ടേ. ആ ഒരു മന്ത്രം അങ്ങനെ നിൽക്കുള്ളൂ, അതിന്റെ ചൈതന്യം അതിലാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള രണ്ടക്ഷരം ആരെങ്കിലും ജപിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സർവ പാപങ്ങളിൽ നിന്നും മുക്തനാകുന്നുണ്ടെങ്കിൽ യദ്വക്ഷരം നാമഗിരേരിതം നൃണാം, രണ്ടക്ഷരം എന്നല്ലേ പറഞ്ഞ ശിവ എന്നുള്ളത്, അത് രണ്ട് ദ്വിത്വത്തിൽ പ്രയോഗിക്കുള്ളൂ. ശിവശിവ എന്ന് പ്രയോഗിക്കുകയുള്ളൂ. അതൊരു വലിയ ശക്തിയാണ്. പണ്ടൊക്കെ എങ്ങനെയാണെന്നറിയോ, പണ്ട് കാലത്ത് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് വീണ് പൊട്ടി ചോര ഒലിച്ചുകൊണ്ട് കയറി വരുമ്പോ കാരണവരുണ്ടെങ്കിൽ എന്താ പറയാന്നറിയാം, കൈ ഇങ്ങനെ വെച്ച് ശിവശിവ 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 പറയും അല്ലേ. ഏതെങ്കിലും തരത്തിൽ പറഞ്ഞാലും മതി എന്നാണ്, അതിന്റെ ശക്തി അതാണ്. ശിവശിവ അല്ലേ, അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാതെ 2 തവണ വന്നു പോകും എന്നാണ് അർത്ഥം. ആ രണ്ടാമത്തേത് ഈ ജഗദംബിക തന്നെയാണെന്ന് കൂടി ഇവിടെ ബോധ്യപ്പെടുത്തി. പവിത്രകീർത്തിം തമലംഘ്യ ശാസനം ഭവാനഹോ ദ്വേഷ്ടി ശിവം ശിവേതര, ശിവനിൽ നിന്ന് വ്യത്യസ്തയല്ലാത്തവളാണ് ജഗദംബിക. ഇനി ഒന്നുകൂടിയുണ്ട്, ഒരു രഹസ്യം കൂടി പറഞ്ഞു. എന്താ, ഈ അംബിക ഇല്ലെങ്കിൽ, ഈ ശക്തി ഇല്ലെങ്കിൽ ശിവനില്ല. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും അല്ലെ, സൗന്ദര്യ ലഹരിയിൽ പറഞ്ഞു തരും. ഇല്ല, ഉണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെയല്ലേ ശരി, സത്യമായിട്ടുള്ള അങ്ങനെയാണോ? നമ്മളെ വള്ളിയില്ലേ, ശിവരാത്രിക്ക് നോട്ടീസ് അടിച്ചു കൊണ്ടുവന്നു പ്രഭാഷണമൊക്കെ വെച്ചിട്ട്. ശിവരാത്രി മഹാത്മ്യാണ് വിഷയം, 1.5 മണിക്കൂർ പ്രഭാഷണം. നോട്ടീസ് അടിച്ചു കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത് വള്ളിയില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? ആ ശിവന് വേണ്ടിടത്തുള്ള വള്ളിയില്ല. അപ്പോഴെന്ത് മഹാത്മ്യായി? ശവരാത്രി മഹാത്മ്യായി. പെരികമനക്ക് വെള്ളിയിലും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് കൊണ്ട് വലിയ കുഴപ്പമില്ല, അതുമില്ല. വെള്ളി മുഴുവൻ പോയിട്ടുണ്ട്. കാരണം പണ്ടത്തെ കാലത്ത് CD അല്ല, ഫ്ലോപ്പിയിൽ കൊണ്ടുപോയിട്ട് മംഗലാപുരത്ത് കർണാടകത്തിൽ കൊണ്ട് അടിച്ചുകൊണ്ട് നല്ല കാര്യമാണ് പറഞ്ഞത്. ആനന്ദാശ്രമത്തില് നോട്ടീസ് കെട്ട് 2000 അഴിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇതിലില്ല എന്ന്. അപ്പോഴും തന്നെ ഒരു തീപ്പെട്ടി കൊണ്ടുവന്ന് തീ കൊടുത്തു. കാരണം ഇതിനി കൊടുക്കാൻ പറ്റുമോ സമാജത്തിലേക്ക്? എന്താണ് പറ്റിയത്? ഒരു വെള്ളി പോയതാണ്. അത് രണ്ടും ഈ പോയത് വെള്ളി ഇട്ട് കൊടുത്തിടത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ മഹാശിവരാത്രിയോടനുബന്ധിച്ച് പ്രഭാഷണം ശിവരാത്രി മഹാത്മ്യം. ഇപ്പൊ എവിടെയൊക്കെ പോയി എന്നറിയോ? മഹാശിവരാത്രിയോടനുബന്ധിച്ച്. ഒന്നാലോചിച്ച് നോക്കൂ. ശിവനില്ല, പിന്നെ ഇവിടെ എന്തായുള്ളൂ? ശബനാലേ ഉള്ളൂ. അർത്ഥം മനസ്സിലായില്ലേ? ഒരു വെള്ളി നിസ്സാരമാണോ? വിദ്യാഭ്യാസത്തിലൊക്കെ പറയും വെള്ളിയും പുള്ളിയൊന്നും സാരമില്ല എന്നേ, അതിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി, മാർക്ക് കൊടുത്തോളൂ, കൊറോണയല്ലേ എന്നൊക്കെ പറയും. സാരമില്ല, കൊറോണ സമയത്ത് കൊടുത്തോട്ടെ. പക്ഷെ എപ്പോഴും ഇങ്ങനെ ആയാൽ പറ്റുമോ? വെള്ളിക്ക് ഓരോ കുത്തിനും പുള്ളിക്കും സ്ഥാനമുണ്ട്. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം. ശ്ലോകം എഴുതി വരുമ്പോഴേക്ക്, പ്രിന്റ് അടിച്ച് വരുമ്പോഴേക്ക് വെള്ളികൾ പോയാൽ അല്ലേ, ചിന്തിക്കാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? സദസ്സിൽ വെച്ചില്ല. അതാണ് ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വള്ളിയാണോ എന്ന് എനിക്കറിയില്ല, വള്ളി മണാട എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? ആ വള്ളിക്ക് അത്രയും ശക്തി ഉണ്ട് എന്നർത്ഥം. അത് തന്നെയാണ്. അത് ഏത് ഭാഷയിലായാലും, ഹിന്ദിയിലായാലും സംസ്കൃതത്തിലായാലും മലയാളത്തിലായാലും ഈ വള്ളി അങ്ങോട്ട് പോയാൽ പിന്നെ ശവം ശവകരം ശാന്തം അല്ലേ ആവും, അർത്ഥമൊക്കെ മാറും. അതാണ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഈ സനകാദികളെ പോലുള്ള പരമഹംസന്മാരായ വണ്ടുകള് ഏതൊരു ശ്രീ മഹാദേവനാകുന്ന ഭഗവാന്റെ പാദപത്മത്തിലാണോ രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, ദക്ഷിണാമൂർത്തിയായിട്ടുള്ള ഭഗവാനെ, ആ ഭഗവാന്റെ മുന്നിൽ നിന്ന് സനകാദികളെ പോലുള്ളവർ ഉപദേശം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയുള്ള മഹാദേവനെ സ്വന്തം ശരീരമാണ് ഞാനെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അപമാനിച്ച ഇദ്ദേഹം എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കത്തരെ. സകാമന്മാർക്ക് ഭക്തിയും നിഷ്കാമന്മാർക്ക് മുക്തിയും കൊടുക്കുന്ന ഇങ്ങനെയുള്ള മഹാദേവനെ നിന്ദിക്കുന്നത് അങ്ങേയറ്റത്തെ അപരാധമാണ്. ഈ ഈശ്വര നിന്ദ ചെയ്യുന്ന സ്ഥലത്ത് നമ്മളത് കേട്ടുകൊണ്ടിരിക്കാൻ പാടില്ല, അവിടുന്ന് എഴുന്നേറ്റ് പോകണം. സജ്ജനങ്ങളെ നിന്ദിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളവിടെ ഇരിക്കുമ്പോൾ പറയുന്നത് മുഴുവനും സജ്ജന നിന്ദയാണ്, ഈശ്വര നിന്ദയാണ്.
സൽക്കർമ്മത്തെക്കുറിച്ച്, യാഗത്തെക്കുറിച്ച്, അമ്പലത്തെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് 4 പേര് കൂടിയിട്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മളെല്ലാം കേൾക്കാം. അല്ലേ? അവിടെ ഇരിക്കല്ല വേണ്ടത്, കുറച്ചൊക്കെ കേൾക്കാം. ഇത് മനസ്സിലായ ഇനി ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല, മാറി അവിടെ ഇരിക്കുക. അപ്പോഴേ അവിടുന്ന് വേറെ ആൾ പറയുന്നത് അവിടുന്ന് മാറിക്കുള്ളൂ. അത്രേ വഴിയുള്ളൂ. അവിടെ ഇരിക്കാൻ പാടില്ല. പിന്നെ 2-3 കാര്യങ്ങൾ ദേവി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സജ്ജന നിന്ദ ചെയ്യുന്ന ആളുടെ, ഈശ്വര നിന്ദ ചെയ്യുന്ന ആളുടെ നാക്കുകൊണ്ടല്ലേ പറയും, നാക്ക് പിഴുതെറിയുക പറ്റുകയാണെങ്കിൽ. അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. അതും സാധിക്കുന്നില്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട്. അത് അങ്ങേയറ്റമാണ്, ജീവൻ ഉപേക്ഷിക്കുക. ഇത് 3 ചെയ്യണം. എനിക്കിപ്പോ എന്താ ഇയാളുടെ നാക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെന്ത് ചെയ്യാൻ പറ്റും? അടുത്തത് ഇവിടുന്ന് ഓടിപ്പോവുക. ഇവിടുന്ന് ഓടിപ്പോയത് കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഓടിപ്പോകേണ്ടത് എവിടെയാണെന്നറിയോ? കൈലാസത്തിലേക്കാണ്. അദ്ദേഹം ആദ്യം വിളിക്കുന്ന പേര് ദാക്ഷായണീത്യാഹ, അങ്ങനെയാണ് വിളിക്കുക. ദാക്ഷായണി എന്നാ വിളിക്കുക, ദക്ഷന്റെ പുത്രി എന്നാ വിളിക്കുക. അത് കേൾക്കാൻ ഇനി എനിക്ക് ശക്തിയില്ല. കാരണം ഇദ്ദേഹത്തിന്റെ പേരോടൊപ്പം എന്നെ കൂട്ടി വിളിക്കുന്നതിൽ പോലും എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ജീവൻ ഉപേക്ഷിക്കുന്നു എന്നങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് ഷഡ്ചക്രങ്ങളിലൂടെ, അങ്ങനെയാണ് സാധാരണ പതിവ് കേട്ടോ. ഇവിടെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ തുടങ്ങിയിട്ടുള്ള ചക്രങ്ങളിലൂടെയാണ് പ്രാണവായുവിനെ മേൽപോട്ടും അപാനവായുവിനെ താഴോട്ടുമാക്കി യോജിപ്പിച്ചുകൊണ്ട് വേണ്ടതുപോലെ യോഗ അഗ്നി ഉണ്ടാക്കിക്കൊണ്ട് ആ യോഗാഗ്നിയിൽ ശരീരത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഏവം സ്വദേഹം മഹതാം മഹീയസാമുഹുസമാരോപിതമംഗമാതരാൽ അവിടെ വെച്ച് ശ്രീ മഹാദേവനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ശിവശിവ എന്നുള്ള മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് മഹാദേവനെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് ശിവപ്രാപ്തി ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് അവിടെ വെച്ച് ജീവൻ ഉപേക്ഷിക്കുകയാണ്. ഈ അവസാന നിമിഷത്തില് നമ്മൾ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ പ്രാപ്തി ഉണ്ടാവുന്നല്ലേ പറയുന്നത്. അങ്ങനെയാണ് കേട്ടോ, അങ്ങനെയാണ് ഭഗവത്ഗീതയിലൊക്കെ യം വാപി സ്മരൻ ഭാവം ത്യജത്യ അന്തേ കളയവരെന്നാ പറയുന്നത്. ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഈ കഥ വൈകുന്നേരം പറയുന്നു. മാനിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ശ്വാസം പോയി, എന്നിട്ട് എന്തായിട്ട് ജനിച്ചു? മാനായിട്ട് ജനിച്ചു, ഇല്ലേ? അതുകൊണ്ട് ശ്രീ മഹാദേവനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ശിവനാമം ഉച്ചരിച്ചുകൊണ്ട് ജീവനെ ഉപേക്ഷിച്ചാൽ ശിവപ്രാപ്തി ഇല്ലാതിരിക്കില്ലല്ലോ. അത് ഉറപ്പിച്ചു നമുക്കൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ സതീദേവിയുടെ ആ യോഗസമാധിയിലെ ദേഹോത്സർഗം ഇത് കഴിഞ്ഞതോടുകൂടി ഭൂതഗണങ്ങളുണ്ടല്ലോ, നിയമമൊക്കെ തെറ്റിച്ച സമയത്ത് അവരൊക്കെ ചാടി കയറി ബഹളം തുടങ്ങി, അടിപിടിയായി. പക്ഷെ ഈ സമയത്താണ് ഋഭുക്കളെ സൃഷ്ടിച്ചു എന്നാണ്. ചന്ദ്രലോകത്ത് നിന്ന് ദക്ഷിണാഗതിയിൽ ഹോമിച്ചിട്ട് പ്രത്യേകിച്ച് കേമന്മാരെ സൃഷ്ടിച്ചു. തമ്മിൽ അടിയായി. ഭൂതഗണങ്ങൾ കുറവായതുകൊണ്ട് അവര് തോറ്റു തിരിച്ചു ഓടുന്ന സമയത്ത് പിന്നീട് പല പല രംഗങ്ങളുമാണ് കാണിച്ചു തരുന്നത്. ശാന്തഭാവത്തോടുകൂടി ഇരിക്കുന്ന മഹാദേവൻ ഈ രംഗങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മനക്കണ്ണാലെ കണ്ടിട്ട് ആ ശക്തിയായിട്ടുള്ള ഭാവത്തില് അതിശക്തമായ വിരോധത്തോടു കൂടിയിട്ട് ആ ക്രോധം അങ്ങനെ കത്തിജ്വലിച്ചു. മഹാദേവൻ പെട്ടെന്ന് ഇതങ്ങനെ കണ്ണു തുറന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഭസ്മമാകുമെന്ന് തോന്നുന്ന സമയത്താണ് നാരദാദി ഋഷീശ്വരന്മാര് സാന്ത്വനിപ്പിച്ചിട്ട് ചെറിയൊരു ശിക്ഷയാക്കി കുറക്കണേന്ന്. കാരണം ഇനി എന്തെങ്കിലും സംഭവിക്കുന്നു തോന്നി. അങ്ങനെയാണ് ആ ശിക്ഷയുടെ കാഠിന്യം കുറച്ചതെന്നാണ്. ആ സമയത്താണ് പെട്ടെന്ന് മഹാദേവന്റെ ഭാവൊക്കെ മാറി ജട പറിച്ച് നിലത്തടിച്ചതോടുകൂടിയിട്ട് അതിൽ നിന്നും അതിശക്തനായ തതോദികായസ്തനുവാ സ്പൃശന്തി ദിവം സഹസ്രമാകുർഘനരുക്തൃ സൂര്യദൃക്കരാളതം സ്ട്രോജലദഗ്നിമൂർധജ കപാലമാരി വിവിധോദ്യതായുധ. അവിടെ ഈ സമയത്താണ് വീരഭദ്രസ്വാമിയുടെ പുറപ്പാടുണ്ടായത്. വീരഭദ്രൻ എന്ന് പറയുന്ന ഭാവമുണ്ടല്ലോ, എല്ലാ ക്ഷേത്രങ്ങളിലും വീരഭദ്രന് സ്ഥാനമൊക്കെ കൊടുത്ത് മാനിച്ച് അല്ലേ, അതൊക്കെ വന്നത് ഇവിടുന്നാണ്. ഈ വീരഭദ്രസ്വാമിയാണ്. പെട്ടെന്നിങ്ങനെ വന്നു, ക്രോധത്തോടുകൂടി ഉച്ചത്തില് അട്ടഹസിച്ചുകൊണ്ട് വന്ന് മഹാദേവന്റെ മുന്നിൽ നിൽക്കുന്നു. ഈ ക്രോധത്തിൽ നിന്നാണ് ഉണ്ടായത് വീരഭദ്രൻ. പോരാ, അങ്ങനെയൊന്നും പറഞ്ഞപ്പോ വൈരജാതൻ, വൈരിഘാതകൻ എന്നൊക്കെ പേര് പറയാം. അതിശക്തമായിട്ടുള്ള ഭാവത്തിൽ ഇങ്ങനെ വന്ന് ഈ സമയത്താണ് വാളെടുത്ത് മഹാദേവൻ കൊടുത്തു. പറഞ്ഞു, ദക്ഷനെ യജ്ഞത്തോടു കൂടിയിട്ട് ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞ് ഇതങ്ങനെ കയ്യിൽ കൊടുത്തതോടു കൂടിയിട്ട് പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് യാഗശാലയിലേക്ക് വീരഭദ്രസ്വാമിയുടെ പുറപ്പാട്. അതിനിടയിൽ കണ്ടതിനെ മുഴുവൻ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടുള്ള യാഗശാലയിലേക്കുള്ള യാത്രയാണ് പിന്നീട് കാണിച്ചു തരുന്നത്.
അവിടെ എത്തി സകലതും നശിപ്പിച്ചു. മഹാദേവന്റെ ആ പ്രഭാവം മുഴുവനും ഇദ്ദേഹത്തിനുണ്ടല്ലോ. പക്ഷെ അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ കേട്ടോ. നിസ്സാരന്മാരൊക്കെ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരുണ്ടായിരുന്നു. അവരൊക്കെ പലതും ചെയ്തു. ഹോമകുണ്ടങ്ങളിൽ മൂത്രമൊഴിക്കുക, പിന്നെ ഒരു നിയമങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാലോ. അങ്ങനെ പലതും ചെയ്തു. പക്ഷെ ദക്ഷനെ പിടിച്ച് വാളുകൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു അപകടമൊന്നും വരില്ല എന്നുള്ളൊരു അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ആ വാള് കയ്യിലെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്നും ആ തിരുമ്മിയെടുത്തിട്ട് ശിരസ് യാഗാഗ്നിയിൽ ഹോമിക്കുന്നു. പിന്നെ ആരൊക്കെയാണോ അന്നത്തെ യോഗത്തിൽ മുതൽ കളിയാക്കിയത്, പല്ലുകൊണ്ട് ചിരിച്ച് ഇളിച്ച് കളിയാക്കിയവരുടെ പല്ല് മുഴുവനും അടിച്ചു കുഴിച്ചു. കണ്ണുകൊണ്ട് മഹാദേവനെ നിന്ദിക്കുന്ന സമയത്ത് കണ്ണുകൊണ്ട് ഇങ്ങനെ ആക്കുന്നവരുണ്ടല്ലോ, അവരൊക്കെ കണ്ണ് ചൂഴ്ന്നെടുത്തു. ഇങ്ങനെ പലതരത്തിലും ഇതേല്ലേ വലിയ താടിക്കാരനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അതൊക്കെ പിടിച്ച് പറച്ചെടുത്തിട്ട് പറഞ്ഞു ഇനി താടിയില്ലാത്ത പൂജയും ഹോമവും മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ പലതും ചെയ്തു. അഹംഭാവത്തോടു കൂടിയിട്ടുള്ള ശിരസ് നഷ്ടപ്പെട്ടു, ഹോമാഗ്നിയിൽ ദഹിച്ചു പോകുന്നു. ഈ അവസ്ഥയാണ് വളരെ ദയനീയമായ അവസ്ഥ. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല എന്നുള്ള ഭാവത്തിൽ വീരഭദ്രസ്വാമി ശാന്തമൂർത്തിയായിട്ട് വന്നിട്ട് മഹാദേവനെ സമീപിച്ചപ്പോൾ, അങ്ങയെ ഞാൻ എന്റെ ഭടന്മാരിൽ ത്വം അഗ്രണീർ രുദ്രഭട അംശകോമയൻ, രുദ്രഭടന്മാരിൽ 1-ാം സ്ഥാനത്ത് നിർത്തുന്നു എന്ന് പറഞ്ഞതോടു കൂടിയിട്ടാണ് എല്ലാ ക്ഷേത്രങ്ങളിലും വീരഭദ്രസ്വാമിക്ക് ഗണപതി അപ്പനും സ്ഥാനം കൊടുത്തില്ലേ. അതവിടെ കാണാം. പല ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് കാണാം. ഒരു സപ്തമാതൃക്കള്, ഒരു വീരഭദ്ര, ഒരു ഗണപതി. ആളുകൾ വിചാരിക്കും ഇതെന്താ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു തടസ്സപ്പെടുത്താൻ കുറെ കല്ലൊക്കെ കൊണ്ടുവച്ച് അവിടെ ഇവിടെ അമ്പലത്തില് ഇതൊക്കെ വേണ്ടാന്ന് വെച്ചു, ഇവിടെ കാലം മാറിയില്ല എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവും. അത് പ്രധാനപ്പെട്ട സെക്യൂരിറ്റിയാണ്. വീരഭദ്രസ്വാമിയെ മാനിച്ചുകൊണ്ട് ആ ഒരു ഭാവം ഇവിടെ കാണിച്ചു തന്നു. അതോടുകൂടിയിട്ട് മഹാദേവന്റെ ഭാവമൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഇവിടെ ശ്രീ ബ്രഹ്മദേവന് വളരെ വിഷമായി. തന്റെ പുത്രൻ പ്രജാപതി ദക്ഷൻ ഇങ്ങനെ അപകടം വന്നില്ലേ, ഇനി എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക എന്നിങ്ങനെ ആലോചിച്ചു. എല്ലാവരും കൂടി ആലോചിച്ചു. ഒരു വഴിയേ ഉള്ളൂ, മഹാദേവനെ വേണ്ടതുപോലെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്താണ് കുമാരാദികൾക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ദക്ഷിണാമൂർത്തിയായിട്ടുള്ള ഭഗവാനെ കാണുന്നു, നമസ്കരിക്കുന്നു, കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നു. തിരിച്ച് അതുപോലെ ഇങ്ങോട്ട് ഒരു ഭേദഭാവന ഇല്ലാതെ കണ്ട് അന്യോന്യം ഒന്ന് ആ യാഗമൊന്ന് മുഴുപ്പിക്കണം എന്നുള്ള നിലക്ക് തിരിച്ചു വരുന്ന അനുഗ്രഹം കൊടുക്കുന്ന രംഗം. പിന്നെ അവിടെയൊക്കെ മംഗളത്തിലേക്ക് പോവുകയാണ്. പക്ഷെ അവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ എന്താ, പല്ല് പോയവര് സെറ്റ് പല്ലൊന്നും വെക്കണ്ട, പിന്നെന്ത് ചെയ്താൽ മതി, അരച്ചിട്ടും പൊടിച്ചിട്ടും കുടിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ കഴിക്കണം, പിഷ്ടഭോജിയായിട്ടാണ്. ഇതെന്താ നിങ്ങൾ ഇങ്ങനെ പല്ലൊന്നും ഇല്ലാതെ ഇങ്ങനെ കഴിക്കുന്നത്? അതന്ന് ആ മഹാദേവനെ നിന്ദിച്ചതിന്റെ ഫലമാണ്. ഓ അത് ശരി, അതങ്ങനെ കാണാനുണ്ടാവണം. ഈ അംഗഭംഗം വന്നതൊക്കെ പലതും ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കണ്ണ് പോയ ആൾക്ക് വേറെ കണ്ണൊന്നുമില്ല, സുഹൃത്തിന്റെ കണ്ണുകൊണ്ട് കാണാം. അവരെ തൊട്ട് നോക്കുക, എന്നിട്ട് കാണണമെന്ന് പറഞ്ഞാലും അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം കാണിച്ചു തരും. അപ്പൊ കണ്ടോളും, സങ്കല്പിക്കണം, അപ്പോൾ കാണാം. അവനവന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അംഗഭംഗം ഈശ്വര നിന്ദ ചെയ്തതിന്റെ പ്രതീകമായിട്ട് എപ്പോഴും കാണാനുണ്ടാവണം. അതുപോലെ മതിയോ ഇദ്ദേഹം? പ്രജാപതി അങ്ങനെ പോരല്ലോ, വലിയ ഇനി പല കാര്യങ്ങളും നടത്തണ്ടേ, ഇനിയിപ്പോ എന്താ ചെയ്യാന്ന്. അദ്ദേഹത്തിന്റെ തല പോയി കേട്ടോ, ആ അഹങ്കാരമുള്ളത് പോയി, തല പോയി. ഇതിവിടെ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാ തോന്നുന്നു അല്ലേ? എന്താ ചെയ്തത്? അവിടെ ഒരുപാട് ഈ യാഗം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ട്, അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത്. ഈ യാഗത്തിൽ ഇങ്ങനെയൊക്കെ വേണമെന്ന് വിചാരിച്ച് ഒരുപാട് ആടിന്റെ കഴുത്ത് വെട്ടിയിട്ട് ആ ശരീരഭാഗങ്ങളും കരളോ എന്തൊക്കെയാ വേണ്ടത് അതൊക്കെ ഇങ്ങനെ ഹോമിച്ചുകൊണ്ടുണ്ടായിരുന്നു. ആ കുറെ ശിരസ്സുകൾ ഉണ്ടായിരുന്നു അവിടെ. ഇത് വെക്കാമെന്ന് പറഞ്ഞ് ഉദാഹരണെടുത്തിട്ട് ആ ദക്ഷന്റെ ശരീരത്തിന് മുകളിൽ ഇങ്ങനെ പിടിപ്പിച്ചു. എന്നിട്ട് 3 തവണ വ്യാപകം ചെയ്തു. അപ്പോഴേ ശരിയായി. കണ്ണ് തുറന്നു നോക്കി. പക്ഷെ അഹംഭാവമൊക്കെ പോയി കേട്ടോ. അഹംഭാവം ശിരസിൽ അല്ലേ, ആ ശിരസ് പോയി, അഹംഭാവവും പോയി. മറ്റൊരു ശിരസ് കിട്ടി ദക്ഷനായതുകൊണ്ട്. നമുക്കാണെങ്കിൽ ശിരസ് പോയാൽ മറ്റൊന്ന് കിട്ടാനില്ല എന്ന് കൂടി ചിന്തിക്കുക. അതുമാത്രമല്ല, ഒരു കാര്യം കൂടി ചിന്തിക്കുക. മുട്ടുമാറ്റി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ, പലതും മാറ്റിവെക്കുന്ന കാലഘട്ടമാണ്. ശിരസ് മാറ്റിയിട്ട് ശസ്ത്രക്രിയ ചെയ്തിട്ട് വീണ്ടും യോജിപ്പിച്ചിട്ട് ശംഭോ 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 വിളിച്ച ചരിത്രം ഭാഗവതത്തിലേ ഉള്ളൂ. ഇതുവരെ നല്ലൊരു ശിവനാമം ശിവശിവ എന്ന് ജപിക്കാൻ നല്ല നാക്കുണ്ടായപ്പോൾ സാധിച്ചില്ല. ഈ ശിരസ് വെച്ചപ്പോൾ ശംഭോ ശംഭോ
മേ വിളിച്ചില്ലേ, അതാണ് ചമകമായിട്ട് പിന്നീട് വന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ചമകം രുദ്രത്തിന്റെ കൂടെ തന്നെ ചൊല്ലാറുണ്ട് അഭിഷേക സമയത്തൊക്കെ. ശം ചമേ മയശ്ചമേ പ്രിയം ചമേ അനുകാമശ്ചമേ കാമശ്ചമേ സൗമനസശ്ചമേ ഭദ്രം ചമേ ശ്രേയശ്ചമേ വസ്യശ്ചമേ യശശ്ചമേ ഭഗശ്ചമേ ദ്രവിണം ചമേ യന്താചമേ ധത്താചമേ ക്ഷേമശ്ചമേ ധൃതിശ്ചമേ വിശ്വം ചമേ ജ്ഞാത്രം ചമേ സൂശ്ചമേ. ഇങ്ങനെയുള്ള ഈ ചമകം ഉണ്ടല്ലോ വേദമന്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. ഇതൊക്കെ ഇദ്ദേഹം ചൊല്ലി സ്തുതിച്ചതെന്നാണ് പ്രമാണം. ആ മേ എന്ന് വന്നതൊക്കെ ഈ ആടിന്റെ ഭാവത്തിലുള്ള സ്തുതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതിവിശേഷപ്പെട്ട സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചത് ഇപ്പോഴാണ്. പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് പലതും. ഈ സമയത്ത് തൽക്കാലം ശരിയായി. പക്ഷെ മഹാദേവൻ അവിടെ വെച്ച് പറഞ്ഞു, ഇങ്ങനൊന്നും ശരിയാവില്ല, ഇങ്ങനെയൊന്നല്ല വേണ്ടത്. ശരിയായിട്ട് എന്ത് വേണമെന്നറിയോ? വിഷ്ണു ഭഗവാൻ വന്നിട്ടുണ്ടോ? ഇല്ല. ആദ്യം വന്നിട്ടില്ല. ആദ്യം വന്നിരുന്നു, പിന്നീട് ഇങ്ങനെ കുഴപ്പമുണ്ടാവും തോന്നിക്കഴിഞ്ഞാൽ അവിടെ മുൻകൂട്ടി ആലോചിച്ചിട്ട് വരാറില്ല. എന്നാൽ അതാണ് വിഷ്ണു ഭഗവാൻ വന്നു കഴിഞ്ഞാലേ യാഗം പൂർണ്ണമാവുകയുള്ളൂ, യജ്ഞം പൂർണ്ണമാവുകയുള്ളൂ. യജ്ഞമണ്ഡപത്തിൽ ആരുണ്ട്? ഭഗവാന്റെ പരിപൂർണ സാന്നിധ്യമുണ്ട്. ഭാഗവത മഹാത്മ്യം പഠിച്ചവർക്കറിയാം. യജ്ഞോ യജ്ഞപതിർ യജ്വാ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞഭൃദ്യജ്ഞകൃദ്യജ്ഞീ യജ്ഞഭുഗ്യജ്ഞ സാധന യജ്ഞാന്തകൃദ്യജ്ഞ ഗുഹ്യമന്നമന്നാദ ഏവച. കേട്ടിട്ടില്ലേ? ആരാണത്? യജ്ഞശ്രീപതി. ആ ഭഗവാൻ ഇല്ലാതെ എന്ത് യാഗം നിങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്? അതാണ് ഇതിൽ കുഴപ്പം വന്നത്. ഭഗവാനെ വിളിക്കൂന്ന് പറഞ്ഞു. അധ്വര്യേണ ആത്തവിഷ. യജമാനെ കൊണ്ട് വീണ്ടും ചെയ്യിച്ചു, ഹോമം ചെയ്യിച്ചു. പ്രത്യേകിച്ചുള്ള ഒരു പായസം പോലുള്ള ഒരു ഹവിസ് ഉണ്ടാക്കിയിട്ട് മഹാവിഷ്ണുവിനെ ഉദ്ദേശിച്ചിട്ട് ഹോമം ചെയ്തതോടുകൂടി പെട്ടെന്ന് ഇവിടെ ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. സന്തോഷായി. അവിടെ വെച്ച് പിന്നെ പറഞ്ഞത് മഹാദേവനല്ല, വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഈ ബ്രഹ്മാവ്, ഈ മഹാദേവൻ, നമ്മൾ മൂന്നും ഒന്നാണ് കേട്ടോ. ഇത് എപ്പോഴാണോ ഭേദഭാവന വരുന്നത് അവിടെയാണ് അപകടം വിടുന്നത്. അതാണ് അങ്ങേക്കുണ്ടായത്. പിന്നെ അഹങ്കാരം കൊണ്ട് നേടാൻ പലതെന്ന് വിചാരിക്കുന്നില്ലേ, അതുകൊണ്ടൊന്നും ഒന്നും നേടാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെടുകയാണ്. വലിയൊരു കുന്നിൻ മുകളിലിരുന്നാൽ വലിയവനാവുകയില്ല, പൊയ്ക്കാലിന്മേൽ കയറി നടന്നാൽ വലിയവനാവുകയില്ല, എളിയവനായി തീർന്നാൽ നമ്മൾ വലിയവനായിത്തീരും. അല്ലേ? ഇത് ബോധ്യപ്പെടുത്തി അവിടെ എന്ത് ചെയ്തെന്നറിയോ? പ്രത്യേകിച്ചും ഈ ഒരു ഭാവനയോടുകൂടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ മൂവരും ബ്രഹ്മമാം സത്യത്തിൻ ഭാഗമായി ദക്ഷ ചരിത്രത്താൽ ഓർമ്മപ്പെടുത്തുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. ശ്രീമദ് ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നമ. ദക്ഷചരിത്രം ഇങ്ങനെ നമുക്ക് അനുസ്മരിച്ച് ഇവിടെ അവസാനിപ്പിക്കുക. ഇനിയും കുറെ ഭാഗങ്ങൾ വായിക്കാനും പറയാനൊക്കെയുള്ള സുദിനമാണ്. ഒരു 15 മിനിറ്റ് ഇടവേള, കാരണം കുറെ സമയം ഇരിക്കുന്നു അല്ലേ? അതുകൊണ്ടില്ല, ഒരു 15 മിനിറ്റ് ഇടവേള കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആരംഭിക്കും. രുദ്രഗീതം തുടങ്ങിയിട്ടുള്ള വിശേഷപ്പെട്ട ഈ ചരിത്രം തന്നെ അവസാനിച്ചിട്ടില്ല. പലതും നമുക്ക് വായിച്ച് ഭദ്രകാളി പ്രാദുർഭാവം വരെ എത്തുന്നുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷമായി. അല്ലെങ്കിൽ ആ ചരിതം ഭരത ആഖ്യാന പര്യന്തത്തിലേക്കെങ്കിലും എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നമഃ.